നമ്മുടെ നാട്ടിൽ നമ്മൾ പലതരത്തിലുള്ള നോട്ടുകൾ കണ്ടിട്ടുണ്ട്. നിരോധിച്ച 1000-ഉം 500-ഉം പുതിയ 200-ഉം 2000-ഉം ഒക്കെ. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ RBI അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ട് നോട്ടുകൾ അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നമ്മുടെ RBI ചരിത്രത്തിൽ ആദ്യമായി ഒരു തവണ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേകതരം നോട്ടുകൾ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. അതാണ് ഹജ്ജ് നോട്ടുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് നോട്ടുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. നോക്കൂ, ഇതിൻ്റെ ആദ്യത്തെ ഒരു അറിവാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്നെപ്പോലെ തന്നെ ഇത് ആദ്യമായിട്ട് അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഇന്ത്യൻ നോട്ടുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ നിറത്തിലും അതിലൊരു വലിയ രഹസ്യകോടുമൊക്കെ ചേർത്തുകൊണ്ടാണ് RBI ഈ നോട്ടുകൾ പുറത്തിറക്കിയത്. 1959 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് കഷ്ടിച്ച് 12 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഹജ്ജ് യാത്രകൾ അന്ന് വിമാനങ്ങൾ വഴിയായിരുന്നില്ല. വിമാനങ്ങൾ അന്ന് അത്ര സജീവമായിരുന്നില്ല. നേരെ കുറച്ച് കപ്പൽ മാർഗമായിരുന്നു അന്ന് ആളുകൾ ഹജ്ജിനായി സൗദി അറേബ്യയിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഭൂരിഭാഗം ആളുകളും മാസങ്ങൾ നീളുന്ന കടൽ യാത്ര വഴിയാണ് അന്ന് സൗദി അറേബ്യയിലേക്ക് എത്തിയിരുന്നത്. മുംബൈ പോർട്ടിൽ നിന്നാണ് അന്ന് പ്രധാനമായിട്ടും കപ്പലുകൾ സൗദി അറേബ്യയിലേക്ക് ഇതിൻ്റെ ഭാഗമായി പുറപ്പെട്ടിരുന്നത്. എന്നാൽ ആ കാലത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദിയിൽ പോകുമ്പോൾ ചെലവുകൾക്കായി കയ്യിൽ കരുതിയിരുന്നത് സാധാരണ ഇന്ത്യൻ രൂപയായിരുന്നു. 1950കളിൽ ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മൂല്യമുണ്ടായിരുന്നു. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇന്ത്യൻ രൂപ നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാമായിരുന്നു. ഇന്നത്തെ ഡോളർ പോലെയായിരുന്നു അന്ന് ഇന്ത്യൻ രൂപയുടെ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സൗകര്യം പിന്നീട് ഇന്ത്യക്ക് വലിയൊരു തലവേദനയായി മാറി. ഇന്ത്യൻ രൂപ ഗൾഫ് രാജ്യങ്ങളിലെങ്ങും സ്വീകരിക്കപ്പെടാൻ തുടങ്ങിയതോടെ ചില വിരുദ്ധന്മാർ ഇത് മുതലെടുപ്പ് നടത്താൻ തുടങ്ങി. അവർ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ നോട്ടുകൾ വിദേശത്തേക്ക് കടത്താൻ ആരംഭിച്ചു. ഇത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തെ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ വലിയ രീതിയിൽ ബാധിച്ചു. ഈ കള്ളക്കടത്ത് തടയാൻ അന്നത്തെ RBI ഗവർണർ HVR അയ്യങ്കാരുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. അതാണ് പെരിഫറൽ കറൻസികൾ, അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള നോട്ടുകൾ. അങ്ങനെയാണ് 1959 മെയ് മാസത്തിൽ ഹജ്ജ് നോട്ടുകൾ എന്ന ആശയം ജനിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകരുടെ പേരിൽ RBI ഇത്തരമൊരു നോട്ടിറക്കിയതിന് പിന്നിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അക്കാലത്ത് ഇന്ത്യയിൽ സ്വർണത്തിന് വൻ ഡിമാൻഡായിരുന്നു. എന്നാൽ ഇന്ത്യയിലാകട്ടെ സ്വർണ്ണ ഉൽപ്പാദനം കുറവുമായിരുന്നു. കള്ളക്കടത്തുകാർ ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും വൻതോതിൽ സ്വർണം ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തി. ഈ സ്വർണത്തിന് പകരമായി അവർ അവിടുത്തെ വ്യാപാരികൾക്ക് നൽകിയിരുന്നത് നമ്മുടെ സാധാരണ ഇന്ത്യൻ നോട്ടുകളായിരുന്നു. ഈ കള്ളക്കടത്ത് കാരണം കോടിക്കണക്കിന് രൂപയുടെ ഇന്ത്യൻ കറൻസിയാണ് വിദേശ ബാങ്കുകളിൽ ചെന്നു ചേർന്നത്. ഈ വിദേശ ബാങ്കുകൾ ഈ നോട്ടുകൾ തിരികെ RBIക്ക് നൽകി. അതിനു പകരമായി പൗണ്ടോ ഡോളറോ ആവശ്യപ്പെടാൻ തുടങ്ങി. ഇത് ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുമെന്ന് മനസ്സിലാക്കിയ RBI ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഇനി മുതൽ സാധാരണ ഇന്ത്യൻ നോട്ടുകൾ രാജ്യത്തിന് പുറത്ത് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു. പക്ഷേ അപ്പോൾ അടുത്തൊരു ചോദ്യം വന്നു. എങ്കിൽ ഹജ്ജിന് പോകുന്ന പാവപ്പെട്ട തീർത്ഥാടകർ അവർ എന്തു ചെയ്യും? അവർക്കവിടെ ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും പണം വേണമല്ലോ. അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമായി RBI ഒരു പ്രത്യേക നിയമം കൊണ്ടുവരികയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അമെൻമെൻറ്റ് ആക്ട് 1959 വഴി ഹജ്ജ് തീർത്ഥാടകർക്കായി മാത്രം പ്രത്യേക നോട്ടുകൾ അച്ചടിക്കാൻ തീരുമാനിച്ചു. ഈ നോട്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ സൗദിയിൽ ചെന്നാൽ ഇത് മാറ്റി സൗദി റിയാൽ വാങ്ങാൻ സാധിക്കും. ഇനി നമുക്ക് ഈ നോട്ടുകളുടെ ഡിസൈനിലേക്ക് വരാം. ഇതിനായി RBI പ്രധാനമായും 2 മൂല്യങ്ങളിലാണ് ഈ ഹജ്ജ് നോട്ടുകൾ ഇറക്കിയത്. ഒന്ന് 10 രൂപയുടെ നോട്ട്, മറ്റൊന്ന് 100 രൂപയുടെ നോട്ട്. ഇന്ത്യയിലെ സാധാരണ നോട്ടുകളുടെ നിറങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഹജ്ജ് നോട്ടിൻ്റെ 100 രൂപയ്ക്ക് ഇളം നീല കളറായിരുന്നു. 10 രൂപയുടെ നോട്ടിനാകട്ടെ ചുവപ്പ് നിറമായിരുന്നു. ഇന്ത്യൻ നോട്ടുകളിൽ പ്രത്യേകമായ ടെക്സ്റ്റുകളൊന്നും കാണാൻ സാധിക്കില്ലെങ്കിൽ ഈ ഹജ്ജ് നോട്ടിൻ്റെ മധ്യത്തിൽ ഇംഗ്ലീഷിൽ HAG അതായത് ഹജ്ജ് എന്ന് വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. അതോടൊപ്പം സീരിയൽ നമ്പർ കോഡുകൾ സാധാരണ അക്ഷരങ്ങളിലാണ് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഹജ്ജ് നോട്ടിൽ സീരിയൽ നമ്പറിന് മുന്നിൽ HA എന്ന പ്രിഫിക്സ് ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യയിലെ നോട്ടുകൾ എവിടെയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് ഉപയോഗപരിധി ഒന്നും തന്നെയില്ല. എന്നാൽ ഹജ്ജ് നോട്ടുകൾ ഇന്ത്യക്ക് പുറത്ത് ഹജ്ജ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. ഈ നോട്ടുകളിൽ അന്നത്തെ RBI ഗവർണർ HVR അയ്യങ്കാരുടെ ഒപ്പുണ്ടായിരുന്നു. നോട്ടുകളുടെ മുൻവശത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂഡ് അറ്റ് മുംബൈ എന്ന് എഴുതിയിരിക്കുന്നതും കാണാൻ സാധിക്കും.
ഇവിടെയാണ് RBIയുടെ ആ ഒരു ബുദ്ധി പ്രവർത്തിച്ചത്. കള്ളക്കടത്തുകാർ ഈ നോട്ട് മോഷ്ടിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയാൽ പോലും അവർക്കതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് ഹജ്ജ് തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് മാത്രമേ സൗദി ബാങ്കുകൾ സ്വീകരിക്കുകയുള്ളൂ. സാധാരണ കള്ളക്കടത്തുകാർക്ക് ഈ നോട്ട് വിദേശത്തേക്ക് മാറ്റിയെടുക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഇനി ഒരു തീർത്ഥാടകൻ എങ്ങനെയാണ് ഈ നോട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ 1960 ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ഇന്ത്യൻ കറൻസി ബോംബെയിലെ അല്ലെങ്കിൽ ഇന്നത്തെ മുംബൈയിലെ നിശ്ചിത ബാങ്കുകളിലോ RBI കൗണ്ടറുകളിലോ നിങ്ങൾ നൽകണം. അവർ നിങ്ങൾക്ക് അതിന് തുല്യമായ തുകയ്ക്കുള്ള നീല നിറത്തിലുള്ള ഹജ്ജ് നോട്ടുകൾ തരും. ഈ നോട്ടുകളുമായി നിങ്ങൾ കപ്പൽ കയറി സൗദി അറേബ്യയിലെ ജിദ്ദ പോർട്ടിലേക്ക് പോയി ഇറങ്ങാം. അവിടെ സൗദി ഗവൺമെൻറ് അംഗീകരിച്ച ബാങ്കുകളോ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചുകാരോ ഉണ്ടാകും. അവർ ഈ ഹജ്ജ് നോട്ടുകൾ വാങ്ങി നിങ്ങൾക്ക് പകരം സൗദി റിയാലുകൾ നൽകും. ഈ റിയാലുകൾ ഉപയോഗിച്ചാണ് തീർത്ഥാടകർ മക്കയിലും മദീനയിലും താമസം, ഭക്ഷണം, യാത്ര എന്നിവയ്ക്കുള്ള ചിലവുകൾ നടത്തിയിരുന്നത്. ഇനിയൊരു സംഭവത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തീർത്ഥാടനം കഴിഞ്ഞ് ബാക്കി വരുന്ന സൗദി റിയാലുകൾ തിരികെ നൽകിയാൽ ഈ ഹജ്ജ് നോട്ടുകൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ മുംബൈ പോർട്ടിൽ വെച്ച് ഈ ഹജ്ജ് നോട്ടുകൾ തിരികെ നൽകി സാധാരണ ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് കൈപ്പറ്റാം. തീർത്ഥാടകരിൽ നിന്ന് സൗദി ബാങ്കുകൾ ശേഖരിക്കുന്ന ഈ ഹജ്ജ് നോട്ടുകൾ പിന്നീട് അവർ RBIക്ക് നേരിട്ട് അയച്ചു കൊടുക്കും. RBI അതിന് പകരമായി സൗദിക്ക് അന്താരാഷ്ട്ര കറൻസിയിലോ സ്വർണമായോ പണം നൽകും. ചുരുക്കത്തിൽ കറൻസി കള്ളക്കടത്ത് പൂർണ്ണമായും തടയാൻ ഈ ഒരൊറ്റൊരു തീരുമാനം കൊണ്ട് RBIക്ക് സാധിച്ചു. വളരെ വിജയകരമായി മുന്നോട്ട് പോയ ഈ സിസ്റ്റം എന്തുകൊണ്ടാണ് പിന്നീട് നിർത്തലാക്കിയതെന്ന് ചോദിച്ചാൽ കാലം അതിനനുസരിച്ച് മാറി എന്നുള്ളത് തന്നെയാണ്. 1970കളിലും 80കളിലും എത്തിയപ്പോഴേക്കും വിദേശ നാണയ വിനിമയ നിയമങ്ങൾ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് കൂടുതൽ ശക്തമായി. കൂടാതെ കപ്പൽ മാർഗമുള്ള യാത്രകൾ കുറയുകയും ആളുകൾ വിമാനമാർഗം ഹജ്ജിന് പോകാൻ തുടങ്ങുകയും ചെയ്തു. ബാങ്കിംഗ് രംഗത്ത് വലിയ രീതിയിലുള്ള ഡിജിറ്റലൈസേഷനിലേക്ക് മാറി തുടങ്ങി. ഫോറിൻ എക്സ്ചേഞ്ച് കാർഡുകളും ട്രാവലേഴ്സ് ചെക്കുകളും നിലവിൽ വന്നു. ഇതോടെ പ്രത്യേകമായ നോട്ടുകൾ അച്ചടിക്കുന്നത് വലിയ ചിലവേറിയ പണിയായി മാറി. ഒടുവിൽ വിദേശ നാണയ വിനിമയം പൂർണ്ണമായും ബാങ്കുകൾ വഴിയാക്കിയതോടെ RBI ഈ ഹജ്ജ് നോട്ടുകളുടെ അച്ചടിയും വിതരണവുമെല്ലാം പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. ബാക്കിയുണ്ടായിരുന്ന നോട്ടുകൾ ഭൂരിഭാഗവും RBI തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. എങ്ങനെയാണ് ഈ പഴയ 100 രൂപ നോട്ടിന് ഇന്ന് 15 ലക്ഷം രൂപ വില വരുന്നത് എങ്ങനെയാണെന്നല്ലേ? ഇവിടെയാണ് ന്യൂമിസ്മാറ്റിക്സ് അഥവാ പഴയ നാണയങ്ങളും നോട്ടുകളും ശേഖരിക്കുന്നവരുടെ ലോകം വരുന്നത്. ഒരു കറൻസി നോട്ടിന് വില കൂടുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, 2 അതിൻ്റെ ദൗർലഭ്യം. ഹജ്ജ് നോട്ടുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അച്ചടിച്ചിട്ടുള്ളൂ. തീർത്ഥാടനം കഴിഞ്ഞയുടൻ ഭൂരിഭാഗം നോട്ടുകളും RBIക്ക് തിരികെ നൽകി മാറ്റുവാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ കയ്യിൽ ഇത് ബാക്കിയുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറച്ച് നോട്ടുകൾ മാത്രമേ ഒരുപക്ഷെ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ. ഇന്ന് വലിയ കോടീശ്വരന്മാരായിട്ടുള്ള കറൻസികൾ കളക്ട് ചെയ്യുന്ന ആളുകൾ ഈ നോട്ടുകൾ സ്വന്തമാക്കാൻ എത്ര പണം വേണമെങ്കിലും എറിയാൻ തയ്യാറാണ്.